നമ്മളിപ്പോൾ ഉള്ളത് സേലം സൈഡിലുള്ള മഹേന്ദ്ര കോളേജിലാണ് ഉള്ളത്. ഈ മഹേന്ദ്ര കോളേജ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 40+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിഗ്ഗസ്റ്റ് ക്യാമ്പസ് തന്നെയാണ്. ഓൾമോസ്റ്റ് 100+ ഏക്കേഴ്സ് വരുന്ന ഒരു ക്യാമ്പസ് ഏരിയ ആണ്. സോ ഇവിടെയുള്ള കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ അലൈഡ് പ്രോഗ്രാംസ്, പിന്നെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആണ് ഈ ഒരു ക്യാമ്പസിൽ വരുന്നത്. ഇതൊരു ബിഗ്ഗസ്റ്റ് ക്യാമ്പസ് തന്നെയാണ്. സോ നമുക്ക് ഇന്ന് പോകാൻ പോകുന്നത് ഈ ഒരു ക്യാമ്പസിലെ നഴ്സിംഗ്, അലൈഡും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയുടെ ഒക്കെ വിശേഷങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഗേൾസിന് വേണ്ടി മാത്രമുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ്. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ബിൽറ്റ് ചെയ്തൊരു ബിൽഡിംഗ് ആണ്, ന്യൂ ഹോസ്റ്റലാണ്. നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി, അതുപോലെ തന്നെ നല്ല ബാത്റൂം ഫെസിലിറ്റി ഒക്കെ വരുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ് കുട്ടികൾ ഇവിടുന്ന് പറഞ്ഞത്. സോ നിങ്ങൾക്ക് അടിപൊളി ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടുന്ന ഒരു ക്യാമ്പസാണ് ഈ ഒരു മഹേന്ദ്ര കോളേജ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 100+ ഏക്കേഴ്സ് വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് ക്യാമ്പസ് തന്നെയാണ്. ഇവിടെ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. കൂടാണ്ട് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഫിസിയോതെറാപ്പി പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. നമ്മൾ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, അലൈഡ് പ്രോഗ്രാംസിൻ്റെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഈ കാണുന്ന ബസ്സുകളെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ലീവ് ടൈമിലാണെന്നുണ്ടെങ്കിലും സേലത്ത് ടൗണിലേക്ക് പോകാനൊക്കെ ആയിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബസ്സുകളാണ് കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ മെഡിക്കൽ ആൻഡ് അലൈഡ് ഏരിയയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മഹേന്ദ്രയുടെ നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, അതുപോലെ അലൈഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. എൻ്റെ നേരെ ബാക്കിൽ കാണുന്നതാണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. റൈറ്റ് സൈഡിൽ അലൈഡ് ഹെൽത്ത് സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് പോകാൻ പോകുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. നമുക്ക് അവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്, ലൈബ്രറി എങ്ങനെയുണ്ട്, സ്റ്റുഡൻസിന്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹേന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ലാബുകളുടെ ഒരു ഏരിയയിലേക്കാണ്. ഈ ഒരു കൊറിഡോറിൽ തന്നെയാണ് 3 ലാബുകൾ വരുന്നത്. അതായത് OBG ആൻഡ് പീഡിയാട്രിക് ലാബ്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ലാബും വരുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് പീഡിയാട്രിക് ലാബിലേക്ക് നോക്കാം. സോ ഈ ഒരു ലാബ് നോക്കുമ്പോഴത്തേക്ക് ഒരു പീഡിയാട്രിക് ലാബിന് വേണ്ടിയിട്ടുള്ള ആൾമോസ്റ്റ് എല്ലാ അമ്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇൻഫൻറ്റ് ബോഡി ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബിയുടെ ഒരു ഡമ്മി മാനിക്യൂർ ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രാഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു പീഡിയാട്രിക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഒരു പീഡിയാട്രിക് ഏരിയ എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ അമ്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു നീറ്റ് ആയിട്ടുള്ള ലാബായിട്ടാണ് എനിക്ക് ഈ ഒരു ലാബിനെ തോന്നിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫൗണ്ടേഷൻ ലാബ്, അതല്ലെങ്കിൽ ഫണ്ടമെന്റൽ ലാബിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ വിശാലമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ലാബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഈ ഒരു സൈഡ് തൊട്ട് തുടങ്ങാം. ജസ്റ്റ് ഈ ഒരു ടേബിൾ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, സ്റ്റെതസ്കോപ്പും അതുപോലെ തന്നെ പ്രഷർ അനലൈസർ മോണിറ്ററും അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രെയിനിങ്ങിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ടേബിളാണ്. സോ ഈ ഒരു റാക്ക് കണ്ടില്ലേ, ഇത് നമ്മൾ മറ്റ് 1-2 കോളേജിലും കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഓരോ ഡമ്മി ബോഡിയിലും ഇത് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടൈപ്സ് ഓഫ് വൂൺസ് കാര്യങ്ങൾ കുട്ടികൾക്ക് നോർമൽ ബോഡിയിൽ പോലെ തന്നെ കണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൂൺസിൻ്റെ കാര്യങ്ങളൊക്കെ ഡമ്മി ബോഡിയിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കണ്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഡമ്മി ബോഡീസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് വേണ്ട റെസ്പിറേറ്ററി ടെക്നിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇതാണ് ഫ്യൂച്ചർ ട്രെയിനർ എന്ന് പറയും. കാര്യം എങ്ങനെ IV ഇടാം അല്ലെങ്കിൽ എങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനറാണ് ഈ 2 എക്യുപ്മെൻറ്റ്സും. ഈ ഫൗണ്ടേഷൻ ലാബിൽ തന്നെ ഒരു ലേബർ റൂമിൻ്റെ ഒരു ബേസിക് സിനാരിയോ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡമ്മി പേഷ്യൻ്റ് ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും ലേബർ റൂം സെറ്റ് ചെയ്തേക്കുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുള്ള രീതിയിലാണ് ഈ ഒരു സിനാരിയോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഒരു ന്യൂ ബോൺ ബേബിയെ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെ ന്യൂ ബോൺ ബേബിയുടെ ഒരു ഡമ്മി ബോഡി കൊടുത്തിട്ട് എങ്ങനെയാണ് ടവല് ഡ്രസ്സ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ഡമ്മി ബോഡി സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ പറയുന്ന പോലെ ഫൗണ്ടേഷൻ ലാബ് എന്ന് പറയുന്നത് നിങ്ങളൊരു നഴ്സിംഗ് എഡ്യൂക്കേഷൻ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പഠിക്കുന്ന കോളേജിലെ ഫൗണ്ടേഷൻ ലാബ് എത്രത്തോളം നല്ലതാവുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങളുടെ ഒരു ബേസ് ലെവൽ നല്ല രീതിയിൽ സെറ്റായി കിട്ടും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ OBG ലാബിലാണ്, അതായത് ഓബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലാബിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു കബോർഡിൽ എന്താ പറയുക, പെൽവിസിന്റെ ഓരോ ഡിഫറെൻറ്റ് സിനാരിയോസ്, അതായത് ഡമ്മി ബോൺസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂ ബോൺ ബേബിയുടെ സ്കൾ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ സ്കള്ളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഡമ്മീസ് ആണ്.
ഇവിടെയും ഡീറ്റെയിൽ ആയിട്ട് ഫീമെയിൽ പെൽവിസിന്റെ ഒരു ഒരു റോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബി എങ്ങനെയായിരിക്കും, ഫസ്റ്റ് മന്ത് എങ്ങനെയാണ്, സെക്കൻഡ് മന്ത് എങ്ങനെയാണ്, തേർഡ് മന്ത് എങ്ങനെയാണ്, ഫോർത്ത് മന്ത് എങ്ങനെയാണ്, ഫിഫ്ത്ത് മന്ത് എങ്ങനെയാണ്, ഓരോ മാസത്തേതും ഏതൊരു സ്റ്റേജിലൊക്കെ ആയിരിക്കും, ഫീറ്റൽ സ്റ്റേജ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള കുറേ എക്യുപ്മെന്റ്സ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീറ്റൽ ഡെവലപ്മെന്റ്സ് എങ്ങനെയൊക്കെയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെയും കുറേ ഡമ്മി എക്യുപ്മെന്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, ഒരു OBG ലാബിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓരോ സ്റ്റേജിൽ, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഓരോ സ്റ്റേജിലെയും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സിനാരിയോസും കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നല്ലൊരു നീറ്റായിട്ടുള്ള ലാബാണ് ഇവിടുത്തെ OBG ലാബ് എന്ന് പറയുന്നത്. ഇത് കണ്ടല്ലേ, ഈ ഒരു മാനിക്കൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബേബി വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനിക്കനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതുപോലെ 1-2 മാനിക്കൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ കുട്ടികൾക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലാബ് ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ക്ലാസ് റൂംസ് വരുന്നത്. ആവറേജ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം തന്നെയാണ്. ഇനഫ് ആയിട്ടുള്ള ഫാൻസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ബോർഡും കാര്യങ്ങളും ഉണ്ട്, പ്രൊജക്ടർ ഫെസിലിറ്റി ഉണ്ട്. അത്യാവശ്യം ഒരു ആവറേജ് ആയിട്ടുള്ള നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ക്ലാസ് റൂമാണ്. ഇതാണ് ഇവിടുത്തെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള ലൈബ്രറി എന്ന് പറയുന്നത്. അത്യാവശ്യം വേണ്ട ബുക്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ലൈബ്രറി ഫെസിലിറ്റിയാണ്. ഇവിടെ തന്നെ നോക്കുമ്പോൾ ഓരോ റാക്കിലും എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നുള്ളത്. അതുകൊണ്ട് നഴ്സിംഗ് ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള, അതുപോലെ ഫോറൻസിക് നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും, അതുപോലെ തന്നെ എല്ലാ ഈച്ച് ആൻഡ് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ബുക്സും ഓരോ റാക്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ അനാറ്റമി ലാബിലാണ്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഒരു ടേബിള് ഫുള്ള് ബോൺസ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫസ്റ്റ് കാണുന്ന എല്ലാം ഡമ്മി ബോൺസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ തൊട്ട് ഒറിജിനൽ സ്കള്ളും ബോൺസും അതുപോലെ റിബ്സും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് പെൽവിക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം ഒറിജിനൽ ബോൺസ് തന്നെയാണ്. സോ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കുറേ മൈക്രോസ്കോപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഡമ്മി സ്കള്ളുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഓരോ ഓർഗൻസും ബോൺസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതെ, ഈ ഒരു സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം എന്താ പറയുക, മാനിക്യൂൻസ് ആണ്. എങ്ങനെയാണ് ഹാർട്ട് അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫുള്ളി ഒരു ഡമ്മി മാനിക്യൂൻസ് ആണ് ഈ ഒരു കോർണറിൽ ഫുള്ള് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ലാബിലാണ്. സോ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് ലാബുകളിലെയും പോലെ തന്നെ കുട്ടികൾ ചെയ്തേക്കുന്ന കുറേ പ്രൊജക്ട്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൂടാതെ റൈറ്റ് സൈഡിലായിട്ട് ഫുള്ള് കബോർഡിലും ഇവർ കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ സമയത്ത് പോകുന്നതിന് കൊണ്ടുവന്ന് ക്യാരി ചെയ്യുന്ന ബാഗുകളും കാര്യങ്ങളും അതിനുള്ള എക്യുപ്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാഗുകൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് ലാബായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹായ്, നമ്മുടെ പേരെങ്ങനെയാ? ഏത് ഇയറാ? സ്ഥലം? കൊല്ലം. ഓക്കെ, മോളെ ഫസ്റ്റ് ഇയർ പേര്? അഫ്രീന. ഓക്കെ, കൊല്ലം തന്നെ. ഫസ്റ്റ് ഇയർ നാസിയ, കൊല്ലം. ഓക്കെ, നിങ്ങൾ 3 പേരും കൊല്ലം തന്നെയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഇന്ന് ഫോർത്ത് ഇയർ അല്ലേ, ഫൈനൽ ഇയർ? എങ്ങനെയുണ്ട് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഈ കോളേജിൽ? 4 വർഷം കൊള്ളാം. എങ്ങനെയുണ്ട് ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവാറുണ്ടോ? അവരൊന്നും കുഴപ്പമില്ല, പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ? നല്ലതായിട്ട് പോകുന്നു. എവിടെയൊക്കെയാണ് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് കൊണ്ടുപോകുന്നത്? തിരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലുണ്ട്, സുരക്ഷ, GH, അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ക്ലിനിക്കൽസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കിട്ടുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് തന്നെ പോസ്റ്റിംഗ്. ഓക്കെ, ഈ ലാബും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ആവാറുണ്ടോ സ്റ്റഡീസിൽ? ഓക്കെ, ലാബില് നമ്മള് പ്രൊസീജിയർ ഒക്കെ ചെയ്യും. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ 1 ഇയർ എക്സ്പീരിയൻസ്? കോളേജ് ഫസ്റ്റ് വന്നപ്പോൾ ഇപ്പം നിങ്ങൾ 6 മന്ത്സ് ആയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി? ഹോസ്റ്റലൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല, എല്ലാം കൊണ്ട് ഓക്കെയാണ്. നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, ബാത്റൂം ആയാലും എല്ലാം നല്ല ക്ലീൻഡ് ആണ്. ഓക്കെ, അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ഓക്കെ, എങ്ങനെയുണ്ട് 6 മന്ത്സിൽ ടീച്ചേഴ്സുമായിട്ടൊക്കെ ഉള്ള ഒരു അപ്രോച്ച് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമില്ല, ഇംഗ്ലീഷിലൊക്കെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാമ്പസിൽ ആവറേജ് സാറ്റിസ്ഫൈഡ് ആണ്. ഫുഡ് എങ്ങനെയുണ്ട്? ഒരു ആവറേജ് എന്ന് പറയാനുള്ള? ഓക്കെ, പോലെ തന്നെ ഒരു ആവറേജ് എന്നുള്ള നിലയിലാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ബാക്കി ടീച്ചേഴ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണോ? സപ്പോർട്ടിങ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സോ നമ്മൾ നിൽക്കുന്നതാണ് ഇവിടുത്തെ ന്യൂട്രീഷൻ ലാബ് എന്ന് പറയുന്നത്. ഇതൊരു സർക്കിൾ പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഓരോ ടേബിളിലും സെപ്പറേറ്റ് സ്റ്റൗവും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രോക്കറീസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂട്രീഷൻ ലാബിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ AV8 ലാബ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണോ കുട്ടികൾക്ക് നഴ്സിംഗിൽ പഠിക്കാനുള്ള അതിൻ്റെയൊക്കെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാബ് ഫെസിലിറ്റിയാണ് AV8 ലാബ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് പ്രൊജക്ടറും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളൊരു മോണിറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ളൊരു ലാബാണ് ഈ AV8 ലാബ് എന്ന് പറയുന്നത്. അധികം കോളേജുകളിലൊന്നും കാണാറില്ല, പക്ഷേ ഇവിടെ AV8 ലാബ് ഈ ഒരു സ്പെസിഫിക് ആയിട്ട് തന്നെ അവർ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സൈക്കാട്രിക് ലാബ്. സൈക്കാട്രിക് ലാബ് ഒന്നും അധികം നഴ്സിംഗ് കോളേജസിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ലാബ് കാണാറില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ INC-യുടെ റൂള് പ്രകാരം സൈക്കാട്രിക് ലാബ് സെപ്പറേറ്റ് വേണമെന്നാണ്. സോ അതുകൊണ്ട് തന്നെ സൈക്കാട്രിക് ലാബിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് ചാർട്ടുകളും കാര്യങ്ങളും ഒക്കെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലാബ് ഫെസിലിറ്റിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് സ്പോർട്സ് ലാബ് എന്ന് പറയും. ഇതും പല നഴ്സിംഗ് കോളേജുകളിലും നമ്മുടെ വീഡിയോയിൽ പോലും കണ്ടിട്ടില്ലായിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ പുതിയ റൂള് പ്രകാരം പെർ ഇയറിൽ 50 hours സ്പോർട്സിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ടൈം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതിനാണ് സ്പോർട്സിൻ്റെ ഒരു സെപ്പറേറ്റ് ലാബ് പോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ലാബ് എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ജസ്റ്റ് ചെസ് കളിക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്യാരംസ് കളിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാബ് റൂമാണ് ഈ റൂം എന്ന് പറയുന്നത്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടുത്തെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറുകളിലായിട്ടാണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. സോ നമുക്ക് ആ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലുള്ള ലാബ്, ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ക്യാമ്പസിന്റെ വാക്കിംഗ് സ്കൂളിലാണ്. ഇപ്പോൾ വാക്കിംഗ് സ്കൂൾ നോക്കുമ്പോഴത്തേക്ക് കൂടുതൽ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല കോളേജസിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാക്കിംഗ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെയാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ സ്റ്റെയർ ഏരിയ കാര്യം, ഫ്ലോപ്പ് സ്റ്റെയർ ഏരിയയും അതുപോലെ തന്നെ നോർമൽ സ്റ്റെയർ ഏരിയയും വാക്കിംഗ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ വാക്കിംഗ് പ്രോപ്പർ ആക്കാനുള്ള എക്യുപ്മെന്റ് ഉണ്ട്. പിന്നെ ഇവിടെ വാക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നോർമൽ വാക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം എക്യുപ്മെന്റ്സും പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു വാക്കിംഗ് സ്കൂൾ ലാബാണ് ഈ ഒരു ക്യാമ്പസിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ അനാറ്റമി ലാബിലാണ്. ഇപ്പോൾ അനാറ്റമി ലാബിൽ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വേണ്ട ബോൺസ്, അതുപോലെ തന്നെ സ്കള്ള്, റിബ്സ് കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഡമ്മിയാണ് ഒരു റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറേ ബോൺസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ മാനിക്യൂൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒറിജിനൽ ബോൺസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് അനാറ്റമിയെ പറ്റി പഠിക്കാനായിട്ട് വേണ്ടിയിട്ട് ഒറിജിനൽ ബോൺസും കാര്യങ്ങളും ഈ ഒരു സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നോക്കിയാൽ സ്കള്ള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി റിബ്സ് ആണെന്നുണ്ടെങ്കിലും മെയിൻ ബോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സൈഡിലായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ്ട് റെസ്പിറേറ്ററി സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ, സ്കള്ള് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ഡമ്മി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാര്യം അനാറ്റമി ലാബ് എന്ന് പറയുന്നത് എപ്പോഴും ഫിസിയോതെറാപ്പി ആയിട്ടുള്ള മറ്റേത് കോഴ്സ് ആയിട്ടും നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അനാറ്റമി ലാബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇയറിലെ ബേസിക് സബ്ജക്റ്റ് ആണ് അനാറ്റമി എന്ന് പറയുന്നത്. സോ അത്യാവശ്യം ഒരു അനാറ്റമി ലാബ് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ലാബിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോ തെറാപ്പി ലാബിലാണുള്ളത്. ഈ ലാബ് നോക്കുമ്പോഴത്തേക്ക് എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അൾട്രാസോണിക് തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ലാമ്പ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റൽ റിലേറ്റഡ് രീതിയിൽ ഓരോ ബെഡ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് അതിനായിട്ടുള്ള ഓരോ തെറാപ്പിക് എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ലാബാണ് ഈ ഒരു ഇലക്ട്രോ തെറാപ്പി ലാബ് എന്ന് പറയുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നോക്കുമ്പോൾ കുറേ കബോർഡ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, ഓർത്തോസിസിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള റാപ്പുകൾ, അതുപോലെ തന്നെ ഇമ്മൊബിലൈസേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇതൊക്കെയെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി ചെയ്ത ആൾക്കാർക്ക് നമ്മളെ കാണാറില്ലേ, നോർമലി യൂസ് ചെയ്യുന്ന നീ ക്യാപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഫുള്ളി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഇത് ഒരു ഹോസ്പിറ്റൽ പ്രാക്ടീസിന് പോകുന്നതിന് മുമ്പ് കോളേജിൽ നിന്ന് പരിചയപ്പെടാം എന്തൊക്കെ ടൈപ്പ് ഇമ്മൊബിലൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, നീ ക്യാപ്പ് ഏതൊക്കെ ടൈപ്പുകളുണ്ട്. അങ്ങനെ പല പല ഫ്രാക്ചേഴ്സിനും അല്ലെങ്കിൽ പല കണ്ടീഷൻസിനും കണ്ടീഷൻ ടു കണ്ടീഷൻ ഓരോ റാപ്പുകളും കാര്യങ്ങളൊക്കെ മാറാം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഒരുപാട് മെറ്റീരിയൽസ് ഈ ഒരു കബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എക്സസൈസ് തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾ കിടന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെഡ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. then ഈ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് പല ടൈപ്പിലുള്ള ഷോൾഡർ ക്യാപ്പുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡ് ന്യൂ എക്യുപ്മെന്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് റെസ്പിറോമീറ്റർ എന്ന് പറയും. ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ചെറിയ എക്യുപ്മെന്റ് ആണ് ഈ റെസ്പിറോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഫിസിയോതെറാപ്പിക്ക് ആവശ്യമായിട്ടുള്ള
കുറേ മെഡിസിനൽ ബോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഇവിടെ ടേബിളിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് തെറാപ്പി ലാബാണ് ഈ ഒരു ലാബ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഹാൻഡ് എക്സസൈസിന് വേണ്ടിയിട്ടുള്ള കുറേ എക്യുപ്മെന്റ്സും കാര്യം ഫിംഗർ എക്സസൈസ് തുടങ്ങിയിട്ടുള്ള എക്സസൈസിന് വേണ്ടിയിട്ടുള്ള കുറേ എക്യുപ്മെന്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുട്ട് എക്സസൈസിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു എക്യുപ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു ലാബിനെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം പല കോളേജിലും കാണാത്ത ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളും വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു എക്സസൈസ് തെറാപ്പി ലാബാണ് ഈ ഒരു ക്യാമ്പസിലുള്ളത്. സോ നമ്മൾ ഈ ഒരു മഹേന്ദ്ര ക്യാമ്പസ് ഓൾമോസ്റ്റ് ഫുള്ള് നമ്മൾ നിങ്ങളെ കാണിച്ചു, നമ്മളും കണ്ടു. അപ്പോൾ നഴ്സിംഗ്, അലൈഡ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ഓപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം നല്ല ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്, ഫാക്കൽറ്റീസ് എല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, സ്റ്റുഡൻസും നല്ല രീതിയിലുള്ള റിവ്യൂസും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ആകെ പറഞ്ഞതെന്ന് വെച്ചാൽ ഫുഡ് ആവറേജ് ആണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ആവറേജ് ഫുഡെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും തീരെ മോശമൊന്നുമല്ല കുട്ടികൾ പറഞ്ഞത്. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതാണ് നല്ലൊരു എന്താ പറയുക, ഒരു എബോവ് ആവറേജ് റിവ്യൂ തന്നെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കോളേജായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ, കാര്യം പല കുട്ടികളും ആഗ്രഹിക്കുന്നത് വലിയൊരു ക്യാമ്പസിൽ പഠിക്കാനായിട്ടാണ്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമ്പസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. കാര്യം ഓൾമോസ്റ്റ് 100+ ഏക്കേഴ്സ് ക്യാമ്പസ് ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതനുസരിച്ചുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് പറയാൻ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാര്യം ലാബ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. കാര്യം INC-യുടെ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻ പ്രകാരം ഉള്ള ലാബും കാര്യങ്ങളും, ഈവൻ സൈക്യാട്രി ലാബ് ആണെന്നുണ്ടെങ്കിൽ, സ്പോർട്സ് ലാബ് ആണെന്നുണ്ടെങ്കിലും, AVH ലാബ്, കമ്പ്യൂട്ടർ ലാബൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നല്ലൊരു ലാബ് ഫെസിലിറ്റീസ് ആണ് എനിക്ക് തോന്നിയത്. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് പറയാൻ ഇപ്പോൾ ഫുഡ് ആവറേജ് എന്ന് പറയുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് കുട്ടികളും വലിയ രീതിയിൽ നെഗറ്റീവ് പറഞ്ഞില്ല. ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ഒക്കെ പ്രോപ്പറാണ് 4th ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞത്. അപ്പം വീഡിയോയിൽ വന്നും കുട്ടികൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു ഓക്കെ ക്യാമ്പസ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു മഹേന്ദ്ര കോളേജിലേക്ക് തോന്നിയത്. സോ ഈ ഒരു കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ടും ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസിനെ പറ്റി അറിയാനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലും ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് അപ്കമിങ് എക്സാംസ്, അതുപോലെ തന്നെ ഓരോ കോളേജിൻ്റെ റിവ്യൂസ്, അതുപോലെ തന്നെ ഓരോ കോളേജിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നതൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ താഴെ കാണുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയ ഡീറ്റെയിൽസ് എല്ലാം അറിയാനും സാധിക്കും. കൂടാതെ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു കോളേജിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.